ഞാൻ സുമേഷ് ചാത്തങ്കുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. നമ്മുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പ് എന്ന് പറയുന്ന ലോജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. അതായത് ആമസോണും ഫ്ലിപ്കാർട്ടും alibaba.com ഒക്കെ പോലെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തുള്ള ചാത്തങ്കുളം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതിൽ നമുക്ക് നല്ല വോള്യൂംസ് ഉള്ളതുകൊണ്ട് 5 മുതൽ 50 അതിൽ കൂടുതൽ പെർസെൻറ്റേജും ഗോദ്രേജ് മുതൽ ഏഷ്യൻ പെയിൻറ്റ്സ് വരെയുള്ള കമ്പനികളും വെൻഡേഴ്സും കോൺട്രാക്ടേഴ്സും വർക്കേഴ്സും ഒക്കെ തരുന്നതുകൊണ്ട് നമ്മുടെ ക്ലയൻസിന് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ നിന്ന് പ്ലോട്ട് ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ട് അവിടെ 10% സേവ് ചെയ്തിട്ട് അവർ ഡ്രീം ഹോം ക്വാളിറ്റിയോട് ബിൽഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരുപാട് ക്ലയൻസിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ചലഞ്ചസ് വരലുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലിവിടെ വീടുകൾ കെട്ടുന്നതിൽ ഒരു 10-30 മുതൽ 50 വർഷത്തിനുള്ളിൽ വീടുകളൊക്കെ ഡിമോളിഷ് ചെയ്ത് അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരലുണ്ട് കോൺക്രീറ്റ് ഹൗസസ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺക്രീറ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 100 കൊല്ലമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് ഞങ്ങൾ പരിശോധിച്ച് ഉള്ളിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതായത് ഇതർ സബ്സ്റ്റാൻഡേർഡൈസ്ഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ്, അതായത് സിമെൻറ്റ് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞ മാതിരി മിക്സ് ചെയ്യില്ല, അല്ലെങ്കിൽ സ്റ്റീൽ പറഞ്ഞ പോലെ ഇടില്ല, കുറച്ചിടും അല്ലെങ്കിൽ കുറച്ച് വീതി ഇത് ഇട്ടാൽ സാധനം പൊളിഞ്ഞ് വീഴൊന്നുമില്ല. ബിക്കോസ് എർത്ത് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ഇരട്ടിക്കായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഈ ലൈഫ് കുറയുന്നത്. 2, പീരിയോഡിക്കലായിട്ടുള്ള മെയിൻ്റെനൻസ് ഇല്ല. അതായത് മഴ പെയ്യുക, അതിൽ വാശാറ് പിടിക്കുക, അതിൽ ഇറങ്ങുക, അല്ലെങ്കിൽ മരം വരിക, ലീക്ക് വരിക, നനവോടുകൂടി നിൽക്കുക, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ. ഇതുകൊണ്ടാണ് ഈ വീടുകൾ നമുക്ക് നശിക്കുകയും അല്ലെങ്കിൽ 10-50 കൊല്ലം കൊണ്ട് പൊളിച്ചു കളയേണ്ടി വരികയും അടുത്ത തലമുറയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നത്. ഡിസൈനൊക്കെ മാറ്റി അതൊക്കെ നമുക്ക് ഉള്ളിൽ ഇൻറ്റീരിയർ ചെറുതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിന് പകരം അത് വർക്ക് ചെയ്താൽ പോലും ഇതിൻ്റെ അകത്ത് നിൽക്കുമോ എന്നുള്ള തോന്നലുണ്ടായിട്ടാണ് ഭൂരിഭാഗം വീടുകൾ പൊളിച്ച് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ജിയോഗ്രഫിക്കലിയും അല്ലെങ്കിൽ പൊതുവെ എന്താ പറയുക വളരെയധികം ഒരു പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വീട് പൊളിച്ചിട്ട്. പക്ഷേ അപ്പോൾ അതിൻ്റെ ഈ ഒരു ചലഞ്ച് വന്നപ്പോൾ ഞങ്ങളുടെ R&D ടീം ഞങ്ങളുടെ ടീമിൽ നിന്ന് ഡിസ്കസ് ചെയ്യുകയും അതെന്താണ് ഞങ്ങൾക്കൊരു വഴിയെന്ന് ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യണമില്ല. എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡൈസ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് പറയുന്ന മാതിരിയുള്ള എല്ലാ ഡിസൈൻസും, അതായത് ഫ്രം ദ വെരി ബേസിക് പോയിന്റ് ടു ഫർണിച്ചർ ലേഔട്ട് മുതൽ അത് കഴിഞ്ഞാൽ ആർക്കിടെക്ചറൽ ഡ്രോയിങ് മുതൽ സ്ട്രക്ചറൽ ഡ്രോയിങ് മുതൽ MEP മുതൽ അതിൻ്റെ സൂപ്പർ ഇമ്പോസിങ് മുതൽ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എല്ലായിടത്തും എല്ലാ നിയമപ്രകാരവും സ്റ്റാൻഡേർഡ്സ് പ്രകാരം മാത്രം ചെയ്തു പോകണം കൊണ്ട് കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി നമുക്ക് ദൈവം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ പഴയ കാറുകളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാധാ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1000 കിലോമീറ്റർ ഓടുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അതിനുശേഷം അതിൻ്റെ മെറ്റീരിയൽസും എല്ലാം കുറച്ചും കൂടി നന്നാക്കുക ഈ പീരിയോഡിക്കൽ മെയിൻ്റെനൻസും സർവീസസും ഒക്കെ കാറുകളും വെഹിക്കിളിലും ലോറികളിലും ഒക്കെ ഇപ്പോൾ ആയപ്പോൾ വണ്ടികൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അല്ലെങ്കിൽ 10,000 കണക്കിന് കിലോമീറ്റർ ഓടിയതിന് ശേഷം വർക്ക്ഷോപ്പിൽ പോയാൽ മതി എന്നുള്ള സ്ഥിതിവിശേഷം ആയ പോലെ നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻസ് അതിൻ്റെ ഉടമസ്ഥർക്ക് വണ്ടി ഓടിക്കുന്നവരും കിട്ടുന്ന പോലെ വീടും അതിനേക്കാളും സോഫിസ്റ്റിക്കേറ്റഡാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഫീസ് കെട്ടാം, ഇപ്പോൾ ഫീസ് കെട്ടലൊന്നും പറ്റില്ലല്ലോ. MCB LCB എവിടെ ഷോർട്ടായി കഴിഞ്ഞാൽ ഫീസ് പോകും. അതേപോലെ തന്നെ ഫോം ഫ്ലോ വാട്ടർ വെള്ളം ഉള്ള നല്ല വെള്ളം വരുന്ന 10,000-2,000 രൂപ കൊടുത്ത് നമ്മൾ പൈപ്പുകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് മുകളിൽ ടാങ്കിൻ്റെ അവിടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ പാശാറടയൊക്കെ ചെയ്തിട്ട് ഈ ഫോം ഫ്ലോ ഒക്കെ പോയിട്ട് ടക്കട്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകളിലാവുകയും ഒപ്പം ഇതേമാതിരി ചെറിയ എന്തെങ്കിലും ലീക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൺഷെയ്ഡിൻ്റെ മുകളിൽ കൂടെ ക്രാക്ക് വല്ലതും വന്നിട്ട് അതിൽ കൂടെ വെള്ളം വരുന്നത് നനവ് ചുമറ്റിലിറങ്ങുകയും അത് പിന്നീട് നമ്മുടെ കബോർഡുകളിലേക്ക് ചതുര പിടിച്ച് തിന്നുകയും അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് രൂപം കെടുത്തുകയൊക്കെ ചെയ്തിട്ട് വീടുകൾ വേഗം ഡിമോളിഷ് ആവണേന് അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതിന് ക്വാളിറ്റി പോകുന്നതിന് പകരം പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് നമുക്ക് വീട് ചെയ്താൽ എന്തായിരിക്കുമെന്ന് നമ്മുടെ റിസർച്ച് ടീം തീരുമാനിക്കുകയും അത് പ്രകാരം പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ചെറിയ വോള്യം ആയതുകൊണ്ട് നമുക്ക് അപ്പോൾ ക്ലയൻറ്റിന് എന്ത് വേണം, ക്ലയൻറ്റ് നേരിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കോസ്റ്റ് കുറഞ്ഞിട്ട് അവർക്കത് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇതെല്ലാം ഇതിൻ്റെ ബേസിക് സാധനം. അപ്പോഴല്ലേ നമ്മുടെ എഫിഷ്യൻസിക്ക് അവിടെ കോസ്റ്റ് ഇല്ലാതെ ക്ലയൻറ്റിന് നമ്മുടെ ആ എഫിഷ്യൻസി സർവീസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും അവിടെ ഒരുപാട് കാര്യങ്ങൾ കമ്മീഷൻസും ഗ്രേ ഏരിയ ഒരുപാടുണ്ട്. പെയിൻ്റ് അടിക്കാൻ പോയ പെയിൻറ്റർ കമ്മീഷൻ, വയർ വാങ്ങിക്കാൻ പോയ വയർ, ഇത് ഒരു വാസ്തവമാണ് ഇവിടെ നാട്ടിലുള്ളത്. എന്നിട്ട് സമയത്ത് പേയ്മെൻറ്റ് കിട്ടില്ല, ഈ പെയിൻറ്റർ കുറച്ച് പൈസ വാങ്ങിക്കും, എന്നിട്ട് അവിടെ കൊടുത്തു വെൻഡർക്ക് കടം കൊടുക്കേണ്ടി, ഇങ്ങനത്തെ പല പ്രശ്നം വെൻഡേഴ്സിനും പെയിൻറ്റേഴ്സിനും ക്ലയൻസിനും ഒക്കെ ഉള്ളതുകൊണ്ട് ആളിനെ പറഞ്ഞ സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഇതൊരു ചലഞ്ചും ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടും നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമ്മൾ തീരുമാനമെടുത്തു. അങ്ങനെ നമ്മുടെ കമ്പനി പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് എന്നുള്ള സ്കീമിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ക്ലയൻസ് വീട് ഡെലിവറി എടുക്കുമ്പോൾ ആ ഡെലിവറി എടുത്ത് കഴിഞ്ഞാൽ അവിടെ താമസിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെറിയ പോരായ്മകൾ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ ബിൽഡ് ചെയ്തുകൊണ്ടൊക്കെ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങൾക്ക് ഇതേ പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ചില കാര്യങ്ങൾ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകും. അതേപോലെ ഇതിൽ എങ്ങനെയാണ് ഈ ആഫ്റ്റർ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് പോകണമെന്നുള്ളതാണ്. പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് ചെയ്യണം താല്പര്യമുള്ള വീടുകൾക്ക് ഇപ്പോൾ 15,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് അവിടെ നിലനിർത്തണം. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അതിന് എൻഗേജ്ഡ് ആയിട്ടുള്ള. ബിക്കോസ് ഞങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാർക്ക് പറയും ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ വരയ്ക്കുന്നത് ഫ്രീ. അങ്ങനെ ഫ്രീ ആയിട്ട് ലോകത്തൊരു സാധനമുണ്ടോ? ഈ ഫ്രീ നമ്പിയിട്ട് അല്ലെങ്കിൽ ഫ്രീ എന്ന് കണ്ടിട്ട് പോണ ആളുകളാണ് അറ്റ് ലാസ്റ്റ് ചൂഷണം ചെയ്യപ്പെടുക. ബിക്കോസ് നത്തിങ് ഈസ് ഫ്രീ ഓൺ എർത്ത്.
ഇതാ ഈ സത്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ മിതമായിട്ടുള്ള നിരക്കിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് എവിടെ നിന്ന് കിട്ടുക, അത് ന്യായമാണോ, അത് ഫ്രീ അല്ലയോ, എന്നാലോ കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ, ഇല്ല, ആരെയും പറ്റിക്കുന്നുണ്ടോ, ഇല്ല, കള്ളസാധനമാണോ തരും, ഇത് മാത്രം ചെക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മൾക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സോ സൂപ്പർവൈസേഴ്സോ സൈറ്റിൽ വന്ന് നോക്കേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവർ പേയ്മെൻറ്റ്, ചെറിയ പേയ്മെൻറ്റ് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ 15,000 രൂപ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് ഇനി ഓരോ കാലങ്ങളെ കഴിയുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരുന്ന രീതിയിൽ നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴും അവിടെ വയ്ക്കുക. വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൊറി വരുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടേക്ക് നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ വരേണ്ടതാണ്, സൈറ്റ് എഞ്ചിനീയർ വരും, പി എം വരേണ്ടതാണ്, പി എം വരും. പി എം വന്നു കഴിഞ്ഞാൽ അവരുടെ എത്ര ചാർജ് ചെയ്യാന്നുള്ളത് അവിടെ ഉണ്ടാവും. 10,000, 1,500 എത്രയാണ് ഇത് മിനിമം അവർ വന്നാൽ ചാർജ് ചെയ്യും. സൈറ്റ് എഞ്ചിനീയർ വന്നാൽ അവർ എത്രയാണ് അവർ ചാർജ് ചെയ്യും. എന്നിട്ട് അവരത് എന്താണോ പ്രോബ്ലം എന്ന് അനലൈസ് ചെയ്ത് അത് സർവീസ് അല്ല ഗ്യാരണ്ടി ഉള്ള കമ്പനികൾ ചെയ്യേണ്ടതാണ് അവരെ കൂടി ചെയ്യിപ്പിക്കുകയും, അല്ല ക്ലയൻസ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഒരു കാര്യം നമ്മൾ 30 ലക്ഷം രൂപ വീടൊക്കെ ചെയ്യുമ്പോൾ ഒരു 10-30,000 1% അടുത്ത് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഈ ചെറിയ ഇതൊക്കെ വരും. അതായത് പെയിൻറ്റ് ചിലവിടെ പോവുക, അല്ലെങ്കിൽ മൂല പൊട്ടുക, മൊക്ക് പൊട്ടുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളതാണ് നമ്മൾ പൈസ കൈ നേരമാക്കിയിട്ട് ചെയ്യുക. ഇത് നമ്മുടെ CDPPMC മോഡലേ അങ്ങനെയാണല്ലോ, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാണ്ട് ഓവർ 45%, 50% പ്രോഫിറ്റ് എടുത്തുകൊണ്ട് മറ്റ് ഈ ബിൽഡേഴ്സ് ഏരിയയിൽ ഞങ്ങളൊക്കെ മുമ്പ് നിൽക്കുന്ന മാതിരി അപ്പോൾ ആ സമയത്ത് എടുത്ത ആ ഒരു പ്രോഫിറ്റ് മാർജിനിലല്ലല്ലോ ഇത്ര എണ്ണേണ്ടത്. അപ്പോൾ ആരാണോ ചെയ്യേണ്ടതെന്ന് ഇവർ പറയുന്നതനുസരിച്ച് ഐദർ വല്ല വെൻഡേഴ്സിൻ്റെ ആണ് അവർ ചെയ്യിപ്പിക്കേണ്ടതാണ്, ഗ്യാരണ്ടി ഉള്ളതാണ് അവർ ചെയ്യിപ്പിക്കുകയും, ഇല്ലാത്താണെങ്കിൽ ക്ലയൻറ്റ് പൈസ കൊടുത്ത് ചെയ്യും. അപ്പോൾ ക്ലയൻറ്റ് പൈസ കൊടുക്കുമ്പോൾ ഈ 15,000 രൂപേൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ 80% അകത്ത് വർക്കൗട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അവർ കൊടുക്കും. അല്ല കൂടുതലാണെങ്കിൽ അപ്പോൾ തന്നെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് കോഷൻ ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സംവിധാനം ചെയ്യും. റൈറ്റ്. പിന്നെ എമർജൻസീസ് ചെയ്യേണ്ടത് വല്ല പൈപ്പ് പൊട്ടുക, പൈപ്പ് പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കണം, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ മെത്തേഡ് ആഫ്റ്റർ സെയിൽസ് മെത്തേഡിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ അതാത് ആളുകളിനെ അവർ തന്നെ പറഞ്ഞു തരും. അതായത് എസ്റ്റിമേറ്റ് പേയ്മെൻറ്റ് ഷെഡ്യൂൾ. എന്നിട്ട് ഈ എല്ലാ വർക്കുകളും നമ്മൾ ഒറ്റ മെത്തേഡിലായിരിക്കും പോവുക. അവിടെ വന്ന് നമ്മുടെ സൈറ്റ് എഞ്ചിനീയറോ മറ്റേ PMCയോ ആരാണ് പറഞ്ഞത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരൊരു സുമാർ എസ്റ്റിമേറ്റ് ഇടും. ആ എസ്റ്റിമേറ്റ് ഇട്ട് ഓക്കെ ആണെങ്കിൽ ആ എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രകാരമുള്ള കോഷൻ ഡെപ്പോസിറ്റ് കിട്ടിയിട്ട് പിന്നെ നമ്മൾ അതിന് പ്രകാരം വരയ്ക്കേണ്ടതാണെങ്കിൽ വരയ്ക്കും, 3D ചെയ്യേണ്ടതാണ് 3D ചെയ്യും, ഡീറ്റെയിൽഡ് മെറ്റീരിയൽ എസ്റ്റിമേറ്റ്, ലേബർ എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടതാണ് അതിലുണ്ടാകും. ഇതെല്ലാം ഉണ്ടാക്കും. എനിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ മെറ്റീരിയൽ എസ്റ്റിമേറ്റ് പ്രകാരം കോൺട്രാക്റ്റ് കൊടുക്കും. കോൺട്രാക്റ്റിൽ നമ്മൾ അറിയുമല്ലോ നമ്മുടെ പഴയ സിസ്റ്റം 24 hours കൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ആയിട്ട് എന്താണോ അതിന് വരുന്ന എമൗണ്ട് അതിൻ്റെ 15% ചിലപ്പോൾ മോർ ദാൻ, ചെറിയ പണികളായതുകൊണ്ട് കൂടുതൽ വേണ്ടി വരും, 15% കൊണ്ട് നമുക്ക് സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കാൻ തികയില്ല. അപ്പോൾ 30%, 40% എത്രയാണ് ആ പേയ്മെൻറ്റ് ഷെഡ്യൂൾ എസ്റ്റിമേറ്റ് ഇടുന്നതിനനുസരിച്ചുകൊണ്ട് കോസ്റ്റ് ഡെപ്പോസിറ്റ് ഒരു ചെയ്ത് ആ കോസ്റ്റ് ഡെപ്പോസിറ്റിൽ നിന്ന് പേയ്മെൻറ്റ് കട്ടായി പോകണ മാതിരിയാണ്. അങ്ങനെ അല്ല 15% ഇട്ടിട്ട് അതിൻ്റെ അഗേൻസ്റ്റായിട്ട് വാങ്ങിയിട്ട് 15% റീഫണ്ട് തരുന്ന മാതിരി. അത് ഏതാണോ എന്താണ് അവിടെ ഈസി ആയിരിക്കുക. പക്ഷെ ഒരു കാരണവശാലും ഒരു സാധനം വാങ്ങിക്കാതെ ഒരു പണിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ സമയത്ത് പൈസ കൊടുക്കാതെ ഒരു വെണ്ടർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയോ ചെയ്യാതെ ചെയ്യണമെന്ന് ഞാൻ എല്ലാ ക്ലയൻസിൻ്റെ അടുത്തും അഭ്യർത്ഥിക്കുന്നുണ്ട്. റീസൺ എന്താണ് പറഞ്ഞാൽ നമ്മളതൊരു പേയ്മെൻറ്റിന് ഡിലേ ആയി കഴിഞ്ഞാൽ അടുത്ത ക്ലയൻസിന് കോസ്റ്റ് കൂടും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ അത് കൂടാതിരിക്കാനും ഹെൽത്തി ആയിട്ടുള്ള വെൻഡേഴ്സും ഹെൽത്തി ആയിട്ടുള്ള വർക്കേഴ്സും ഹെൽത്തി ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സും ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വീട് ഉണ്ടാക്കിയെടുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ള സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു വളരെ നല്ല രീതിയിൽ റൺ ചെയ്യേണ്ട ഒരു എക്കോ സിസ്റ്റം ആക്കി ഡെവലപ്പ് ചെയ്യുകയും നമുക്ക് എല്ലാവർക്കും ഫ്രീ ഹാൻഡായിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ വീട് ഓർമ്മിച്ച് CT ബിൽഡേഴ്സ് ആപ്പിനെ സമീപിച്ച് കഴിഞ്ഞാൽ ₹1 കടവോ ചെയ്തു. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പൈപ്പ് വാങ്ങുമ്പോൾ കമ്മീഷൻ, വയർ വാങ്ങുമ്പോൾ കമ്മീഷൻ, ടൈല് വാങ്ങുമ്പോൾ കമ്മീഷൻ, അങ്ങനെയാണ് ഈ ഫീൽഡ് 95%. ഇത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര നല്ലൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പം, സീറോ കറപ്ഷൻ എന്ന് ഉള്ള ആപ്തവാക്യവുമായി കൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്ന ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പം, രാവിലെ ദിവസം സീറോ കറപ്ഷൻ എന്നുള്ള നടപ്പിലാക്കാൻ വേണ്ടി പ്ലഡ്ജ് ചെയ്യുന്ന ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പം, സീറോ കറപ്ഷനാക്കി ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ക്വാളിറ്റിയിൽ ക്ലയൻസിന് വീട് കെട്ടി കൊടുക്കുവാനും ആ വീടൊക്കെ നമ്മൾ കോൺക്രീറ്റ് ലൈഫ് ചോദിച്ചാൽ പറഞ്ഞ 100 കൊല്ലം നിൽക്കുവാനും സഹായിക്കാൻ നിങ്ങളാലാവുന്നില്ല. ഇതൊന്നും ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് റോം കനോട്ട് ബി ബിൽഡിൻ്റെ ഡേ ഒരു ദിവസം കൊണ്ട് നടത്താനല്ല ഞങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആ സത്യത്തിൻ്റെ പാതയിൽ, നീതിയുടെ പാതയിൽ, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പാതയിൽ, ശാസ്ത്രത്തിൻ്റെ പാതയിൽ കൂടെ പോയിട്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞാൽ നന്ദി, നമസ്കാരം. കാലത്തിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വന്ന് അതിനനുസരിച്ച് അപ്പോൾ അതുകൊണ്ട് അത് താല്പര്യമുണ്ട്. നമ്മുടെ വീടുകൾ 100 വർഷം നമുക്ക് നിർത്താനുള്ള ഒരു ഐഡിയ ഉള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് കോഷൻ ഡെപ്പോസിറ്റ് അവിടെ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ തന്നെ വെച്ച് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.